കൊല്ലം നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും സൗജന്യം കൊടുത്തു. നമുക്ക് കിട്ടിയോ? ഇല്ലല്ലോ. എങ്ങനെയോ ഒരു 5 കിലോ അരി ഈ കേണത്തര വെച്ചിട്ട് നമുക്ക് തന്നു. അതോ വേണ്ടോ ഇല്ല എന്ന് കണക്കാക്കിയിട്ടാണ് തന്നത്. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ഭൂമി കൊടുക്കാമെന്ന് പറയുകയും ഭൂമിയുടെ ഉദ്ഘാടനമൊക്കെ നടക്കുകയും ചെയ്തു. അന്ന് 6 പേർക്കാണ് കൈവശരേഖ കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് ഇതുവരെ ഭൂമി ലഭിച്ചിട്ടില്ല. അതിൻ്റെ കടലാസോ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലെത്തിയിട്ടില്ല. ആദിവാസി വിഭാഗങ്ങളുടെ ഭൂമി വിതരണം എല്ലാ കാലത്തും വലിയ ചർച്ചയാണ്. ഇതിനുള്ള പദ്ധതികൾ നിരവധി ഉണ്ടായെങ്കിലും ഫലം പറ്റിയില്ല. ഇതിന്റെ തെളിവുകളാണ് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുന്ന ഭൂസമരങ്ങൾ. നഷ്ടപ്പെട്ട ഭൂമിക്ക് പകരം ഭൂമി എന്ന ആദ്യ പദ്ധതിയും ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്ന തുടർ പദ്ധതിയും ഒന്നും കാര്യക്ഷമമായില്ല. ആദ്യം മുതൽ തന്നെ ഭൂമിയില്ലാതിരുന്ന അടിയ പണിയ വിഭാഗങ്ങളാണ് ഇപ്പോഴും അതേ അവസ്ഥയിൽ തുടരുന്നത്. വയനാട്ടിലെ ഭൂരഹിതരായ ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ ഭൂമി വില കൊടുത്ത് വാങ്ങിയാൽ പോലും ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശമുള്ള ഭൂമി പരിമിതമാണെങ്കിൽ ഭൂമി പണം കൊടുത്ത് വാങ്ങാൻ പോലും കഴിയുന്നത്ര പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ചെയ്യുന്നില്ല. മുത്തങ്ങയിൽ തുടങ്ങിയ ആദിവാസി സമരവും ലക്ഷ്യത്തിലെത്താതെ ഇപ്പോഴും കിടക്കുന്നു. തുടർന്ന് നിൽപ്പു സമരമടക്കം നിരവധി സമരങ്ങൾ. പലർക്കും സർക്കാർ നൽകിയ പട്ടയപ്രകാരമുള്ള ഭൂമി കണ്ടെത്താൻ പോലും ഇനിയും സാധിച്ചിട്ടില്ല. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.